ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല. എൻ്റെ വീട്ടിൽ ചില പൂജാതി കർമ്മങ്ങളോടൊക്കെ ബന്ധപ്പെട്ട് ചാരായം നിവേദിക്കുന്നൊരു പതിവ് പണ്ടുണ്ടായിരുന്നു. ഞാൻ ഇവർ വെച്ച അതിൽ നിന്നൊക്കെയാണ് വന്നിട്ടാ. അതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് ഒരുത്തരും കയ്യിൽ ഹാഹൂ എന്നൊക്കെ വെച്ച് നെല്ലി ഇതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊച്ചു പിള്ളേരാ, നമുക്കെല്ലാം കൊണ്ട് ഓരോ ഔൺസ് തരും. ഞാൻ അന്നും കുടിച്ചിട്ടില്ല, മനസ്സിലായില്ലേ? എന്നിട്ട് ബാധ കയറുമ്പോഴേക്ക് ഇതൊക്കെ കുടിച്ചിട്ട് ഹൂഹൂ എന്നൊക്കെ ആരാ, ഞാൻ അപ്പച്ചനാന്ന് പറഞ്ഞാൽ വേറെടുത്തുണ്ട്. അപ്പച്ചനാ ചുറ്റപ്പന ഈ പശ്ചാത്തലത്തിലാണ് ഞാനും വരുന്നത്. കുടിച്ചിട്ടില്ല. അത് എന്തോ ഈ രീതി യാതൊരു പിച്ചും പെയ്യോ പറയുന്നതൊക്കെ കണ്ടപ്പോൾ ആ ചെറുപ്രായത്തിൽ തോന്നി അന്തസ്സായിട്ട് ജീവിക്കണം. മനസ്സിലായില്ലേ? ആ നിശ്ചയദാർഢ്യത്തിൻ്റെ കൂടെ യേശുവിൻ്റെ കൃപ കൂടി കിട്ടിയപ്പോൾ ഇതൊന്നും മണത്തു നോക്കേണ്ട ഗതിയുടെ ജീവിതത്തിൽ വന്നില്ല. നിയമങ്ങളെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പണ്ടങ്ങനെ കുടിച്ച് നശിച്ചെങ്കിൽ പേടിക്കണ്ട, എല്ലാം തകർന്നു ചിന്തിക്കേണ്ട, വലിയ ആസ്തി ഉണ്ടാക്കേണ്ട ആളാ, കൂടി നിമിത്തം സകലതും പോയി നിർത്ത് ദുഃഖിക്കേണ്ടതേ. ഒരു പുരുഷായുസ് കൊണ്ട് നിനക്ക് നഷ്ടപ്പെട്ടതല്ല, ഒറ്റ പ്രാർത്ഥന കൊണ്ട് തിരിച്ചു തരുന്ന ഒരു മഹാദൈവം ജീവിക്കുന്നു. എല്ലാം നശിച്ചിട്ടൊരു അപ്പച്ചൻ പറയാ, കാരണവര് പറയാ, വാസേ ഒന്നുമില്ല, വാസേ നശിച്ചു പോയി, വാസേ മകൻ കൊടുക്കാൻ ഒന്നുമില്ല. ഒന്നും വിഷമിക്കേണ്ടതേ. പൂർവ്വകാലങ്ങളെ അല്പമായി തോന്നിച്ചുകൊണ്ട് യഥാസ്ഥാനപ്പെടുത്തുന്ന നസ്രായന്റെ സാന്നിധ്യം ഇന്നാടി കൂടി മാറ്റും. വീടകത്തിരിക്കുന്നവരെ മാത്രമല്ല, ദൂരത്ത് ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ടേ വചനം കേട്ട് ദൈവത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ കാത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരൊക്കെ വിടിവിക്കുന്ന രാത്രിയാ. അതിനുവേണ്ടി ഒന്ന് മാത്രം ചെയ്താൽ മതി. പുരാതി കർമ്മങ്ങൾ വേണ്ട, തീർത്ഥാടനം വേണ്ട. ഈ കുരുക്കുകളെ അഴിച്ചു മാറ്റി ജയം തരാൻ കഴിയുന്ന രണധീരനായ നസ്രായനായ യേശുവിന്റെ പാദം, അതിനെ അനുഗമിക്കാൻ ഒരു ആത്മസമർപ്പണം ചെയ്താൽ മതി. അതിനെ ഇങ്ങനെ തകർന്നു പോയാ, ഇങ്ങനെ തകർന്നടിഞ്ഞ അനുഭവത്തിൽ നിന്ന് നമ്മുടെ സക്കായി എന്ന മനുഷ്യൻ നമ്മുടെ സമ്പത്ത് വരുമ്പോൾ ഇതൊക്കെ വേണമല്ലോ. ഈ കാര്യങ്ങളെല്ലാം ഒരുക്കാൻ തോന്നും. താൻ പിടിച്ചില്ലെങ്കിലും കാര്യസാധ്യത്തിന് മറ്റൊരാൾക്ക് ഇത് വാങ്ങി കൊടുക്കണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ ഉണ്ടേ. കൈകൂലിയിലൊരു വാങ്ങൽ, അതിന് പകരം ഇവരെ ഒരു കുപ്പി കൊണ്ടു കൊടുത്താൽ കിട്ടുമെന്നൊക്കെ പറയുന്ന ഏർപ്പാടുകളുണ്ട് നമ്മുടെ രാജ്യത്ത്. ഇതൊന്നും പൊതുവെയല്ല. സക്കായി ഇങ്ങനൊക്കെ ഒത്തിരി ഉണ്ടാക്കിയെങ്കിലും ഒരു സന്തോഷമില്ല. അവൻ കേട്ടു. കാരണം ഈ വീട്ടിലൊരു കല്യാണം നടക്കില്ല. അന്തസ്സുള്ളവനൊന്നും കൂടില്ല. ഇതുപോലൊരു കാർ മുതലാളിയെ കിട്ടൂ, അതൊക്കെ സന്തോഷമാണെന്ന് തോന്നും. ഇവരീ മെറിറ്റിന്റെ അടിസ്ഥാനത്തിലല്ല മക്കൾ പോലും പഠിക്കുന്നതേ. നീറ്റെന്ന് എഴുതി കാര്യമായ ജയമൊന്നുമില്ല, കഷ്ടി പാസ്സാ. അപ്പോഴേക്ക് ഏജൻസി വന്നിട്ട് പറയും, കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും മേടിക്കണ്ട, നമുക്കങ്ങ് ചൈനയിൽ പോയേക്കാം. അവിടെ ആകുമ്പോൾ ഈ ചൈനീസ് ഉൽപ്പന്നം പോലെയുള്ള ഡോക്ടറേറ്റ് കിട്ടും. മനസ്സിലായില്ലേ? ചൈനയിൽ തന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സത്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു രാജ്യമാണ് ചൈന. അത് ഈ യുദ്ധം കഴിഞ്ഞപ്പോൾ ചൈനയോടുള്ള എൻ്റെ ബഹുമാനം വർദ്ധിച്ചു. ചൈനയാണ് ശരിക്കുമുള്ള നമ്മുടെ സുഹൃത്തെന്ന് എനിക്ക് ഈ യുദ്ധം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്കറിയില്ല. നമ്മുടെയൊക്കെ വീട്ടിൽ ഈ ആക്രി എടുക്കാൻ ആൾക്കാർ വരുമായിരുന്നു. ഇവരിഞ്ഞിട്ട് വന്നിട്ട് നമ്മൾ ഈ പഴയ സാധനം എല്ലാം കൊടുത്തു. ഡിഷാൻറ്റിനെ പഴയ കേബിളും എല്ലാം കൊടുത്തപ്പോൾ ഇത് എന്തിനു കൊണ്ടുപോകാമെന്ന് അന്ന് അറിഞ്ഞില്ല. ഇതെല്ലാം ചൈന കൊണ്ടുപോയി. ചൈന ഇതെല്ലാം പാകിസ്ഥാന് വിറ്റു. അമ്മ ഇത് വെച്ചാൽ ഇന്ത്യക്കെതിരെ വന്ന് ഷർജൻ പാസ് കണ്ടു വിറ്റ കേബിൾ ടി വിയുടെ ആ ഡിഷ് കാണിച്ചിട്ട് ഇത് പ്രതിരോധമാണെന്ന് പറഞ്ഞു കൊടുത്തു. നമ്മൾ 2 അടി അടിച്ചപ്പോഴേക്ക് സാധനം തീർന്നു കിട്ടി. ഈ ആക്രി വെച്ചിട്ട് അയ്മാരി മീശ ഉറപ്പിച്ചുകൊണ്ട് നിന്ന്. മനസ്സിലായില്ലേ? അതെങ്ങനെ സ്കൂളിൽ പോയി പഠിക്കുകയല്ലോ. ചെറുപ്പം മുതലേ പഠിക്കുന്ന വല്ലവനെ തല്ലുക, വലിയ അടിക്കുക, വെട്ടുക, ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഡിഷ് ടി വി കണ്ടപ്പോൾ, കേബിൾ ടി വി ഒക്കെ കണ്ടപ്പോൾ ഓർത്തു ഇന്ത്യക്കെതിരെ വെച്ച് പെരുക്കാൻ നല്ലത്. എനിക്ക് സന്തോഷം. ഇന്ത്യക്കാൾ ഇപ്പോൾ ഇഷ്ടം ചൈന. കാരണം എന്താ? പാവങ്ങളെ ഈ സാധനമെല്ലാം അവിടുന്ന് പഠിച്ചു കളഞ്ഞു. നമ്മളോടുള്ള സ്നേഹം നിമിത്തമാവട്ടെ. അപ്പോൾ ഡോക്ടറേറ്റൊക്കെ ഇവിടുന്ന് പഠിച്ചിട്ടാണ് വരുന്നേ. ഏതാ കോടികൾ ആസ്തിയുള്ള ആളെ മക്കളെ ഇവിടെ നിന്ന് അഡ്മിഷൻ കിട്ടണം, മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പോകണം. എന്നിട്ട് പോയേക്കാണ് ഈ സ്ഥലങ്ങളിൽ. അവൾ തന്നെ വന്നാൽ പിന്നെ ഇയാൾ മദ്യം കൊടുത്ത ആളിനെ ചികിത്സിക്കുക. പിന്നെ അവിടെ പണി കണ്ടോ, അന്നൂരും അവർക്ക് ലാഭം. പക്ഷെ അപ്പുറത്തൊരു ശാപമാണ്, ഒരു വല്ലാത്ത ശാപം. അത് നിന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഞാൻ കള്ളം പറഞ്ഞല്ല. ഞാൻ എൻ്റെ വൈഫും കൂടെ ഒരു ദിവസം ഒരു സ്ഥലത്ത് പ്രാർത്ഥനയ്ക്ക് കൺവെൻഷൻ വരിക. 2 ആഴ്ച മുമ്പാണ്.
ഞാനൊരു വീട് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നൊന്ന് പ്രാർത്ഥിച്ചതാണ്. എന്തിനാണെന്ന് ചോദിച്ചു. ഒരു പ്രാർത്ഥനാ യോഗത്തിൽ പ്രസവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ വീട്ടിലൊരു വിടുതലുമില്ല, ഒന്ന് വന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, ഞാൻ പ്രവാചകനൊന്നുമല്ല. ഇല്ല പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ വരാം. ഞാൻ ചെന്നു. അവിടെ പറഞ്ഞെങ്കിൽ അത്തരം യാത്രകൾക്ക് വണ്ടിക്കൂലി ആവശ്യമില്ല, ഊണാവശ്യമില്ല. അവിടെ ചെല്ലുമ്പോൾ കാണുന്ന ഒരു സ്ത്രീ ബോധരഹിതയായി കിടക്കുന്നു. ബോധമുണ്ട്, ഈ ഫുഡൊക്കെ ട്യൂബ് വഴി കൊടുക്കുക. പരിചയപ്പെട്ടു വന്നപ്പോൾ ഇതിൻ്റെ വൈഫാണ്, MD കഴിഞ്ഞ ഡോക്ടറാണ്. ഈ കിടപ്പ് ചോദിച്ചു കിട്ടുവന്നപ്പോൾ രോഗത്തിന് നിരന്തരം ചികിത്സിച്ചിട്ടും രോഗം മാറുന്നില്ല. ആഭിചാരകർമ്മങ്ങളുടെ വഴി തിരഞ്ഞെടുത്ത് ക്രിസ്ത്യാനിയാണ്. അങ്ങനത്തെ ടീമുകളുണ്ടെന്ന്. തകർന്നു. അവിടെ മകനുണ്ട്, ബിടെക്കാ, അവിടുത്തെ പ്രൊഫസറായിട്ട് ജോലി ചെയ്യുക. 10-50 വയസ്സുണ്ട്, കല്യാണം കഴിച്ചിട്ടില്ല. അപ്പനും മോനും ഇയാൾ മാത്രം. അമ്മ ഈ കിടപ്പെടുക്കുക. കാര്യാറങ്ങൾ അന്വേഷിച്ച് വരുമ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും ഇടപാടുകളുടെ ശാപം കിടപ്പുണ്ടോ? നോക്ക്, ഈ നേരിയ അതാ ചോദിക്കുന്ന കാരണവരോടാ. അപ്പോൾ ആ കിടക്കുന്ന സ്ത്രീയുടെ കണ്ണിൽ നിന്ന് 2 ചാല് കണ്ണുനീര്. ഈ അപ്പനും മകനും പരസ്പരം നോക്കിയിട്ട് മകൻ എന്നെ വിളിച്ചിറക്കിക്കൊണ്ടുപോയി. പാപ്പ ഒരു ദുഷ്ടനാണ്, സഹോദരങ്ങൾക്ക് ആർക്കും വീതം കൊടുത്തില്ല. അവരെയൊക്കെ പലത് പറഞ്ഞ് ഒഴിപ്പിച്ച് മാറ്റി. വലിയ ദുഷ്ടത പ്രവർത്തിച്ചു. ഒത്തിരി അനീതികൾ ചെയ്തു. അദ്ദേഹം ഒരക്കാരിയായിരുന്നു. ഞാൻ പറഞ്ഞ അത് തന്നെ ധാരാളമാണ്. എത്ര മനുഷ്യർ നിങ്ങൾ നിമിത്തം, നിങ്ങൾ വിറ്റ മദ്യം കുടിച്ചിട്ട് വണ്ടി ഓടിച്ച ഡ്രൈവർ എത്ര പാവങ്ങളെ കൊന്നു. സ്കൂൾ ബസ് ഓടിച്ച് മദ്യം കഴിച്ചിട്ട് സ്കൂൾ ബസ് ഓടിച്ചുകൊണ്ട് ഇതുപോലുള്ള കനാലിൽ ചാടിച്ച് പാവം കുഞ്ഞുങ്ങളുടെ ഭാഗം പുസ്തകങ്ങളും ഒക്കെ ആയിട്ട് അതുങ്ങളെ ശവശരീരം പൊക്കിയെടുക്കുമ്പോൾ നമ്മളത് കാണാൻ താടിയില്ലാത്ത അടുത്ത ചാനലിലോട്ട് കയറൂലേ? ആലമുറ കൂട്ടുന്ന കൂട്ടുകാരെ കാണത്തില്ലേ? LKG പഠിക്കുന്ന കുഞ്ഞിൻ്റെ ബോഡി വെച്ചിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും ബുദ്ധിമുട്ടുന്ന ഡോക്ടറെ കണ്ടിട്ടില്ലേ? അതിൻ്റെ മൂല ഏതു വരാ? നീ വിറ്റ മദ്യം. നിയമവിരുദ്ധമൊന്നും അല്ലെന്നേ, നിനക്ക് നിയമപരമായ കച്ചവടം. പക്ഷെ ദൈവത്തിൻ്റെ നിയമം നിനക്കെതിരാ. രാഷ്ട്ര നിയമം നിനക്ക് അനുകൂലമാണ്. കുടിയന്മാരെ സപ്പോർട്ട്, രാഷ്ട്രീയ സപ്പോർട്ട് നിനക്കുണ്ട്. പക്ഷെ പരമാധികാരി നിനക്കെതിരാ. ഒരു ദിവസം അവൻ വിളിക്കും, ഞാൻ നിന്നോട് കാര്യം നിൽക്കുന്ന നാളിൽ നിന്റെ കരങ്ങൾ വിളപ്പെട്ടിരിക്കുമോ? ഉത്തരം പറയാനാവാത്ത ഒരു ദിവസം വരുന്നുണ്ടേ. ചെയ്തു കൂട്ടിയ അനർത്ഥങ്ങൾ, നീ നിമിത്തം സംഭവിച്ചു പോയ കൊലക്കുറ്റങ്ങൾ, പാവങ്ങൾ, നീ വിറ്റ മദ്യം കുടിച്ചെത്ര ചെറുപ്പക്കാർ അപ്പനെ കൊന്നു, അമ്മയെ കൊല്ലുന്നു. ഭ്രാന്തചിത്തമായ മാനസികാവസ്ഥയിലേക്ക് പോയി. നമ്മുടെ തൊട്ടരികിലൊക്കെ ഉള്ള കടകളിൽ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, 18 വയസ്സിൽ താഴെയുള്ളവർക്ക് ബീഡി ഉൽപ്പന്നങ്ങളൊന്നും വിൽക്കില്ല. ആ സഹോദരങ്ങൾക്ക് വേണമെങ്കിൽ അത് വിൽക്കാം, നമ്മളാരും അറിയാതെ. പക്ഷെ ആ പെട്ടിക്കട നടത്തുന്ന സാധു, അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യൻ ഒരു 16 വയസ്സുള്ള ചെറുക്കന് കൊടുക്കുമ്പോൾ തൻ്റെ മകനെ ഓർക്കും, നിനക്ക് തരാൻ പറ്റില്ല, പോകും. മാത്രമല്ല, സ്കൂളിൻ്റെ ചുറ്റളവിൽ ഇത് വിൽക്കരുത് എന്ന് പറയുന്ന ഇടത്ത് ആ ചെറുകിട കടക്കാരൻ വേണ്ടെന്ന് വെച്ചതേ മറ്റു തരത്തിലേത ലോബികൾ ഇറങ്ങി വന്ന് അവരുടെ കീശയിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക, വലിയ ലാഭം ഉണ്ടാക്കുക. ഇയാൾക്ക് മക്കളില്ലേ, ഇയാൾക്ക് ചെറുമക്കളില്ലേ? നാശഗ്രസ്തമായ ഈ ലോകത്ത് ഇത്തരം തിന്മകൾ ചെയ്തു കൂട്ടിയിട്ടൊരുത്തിന് ആനയോ ഒളിച്ചു കഴിയും പോലെ ഈ മരത്തിൻ്റെ മുകളിൽ ജെരിക്കോയിൽ അത്യവൃക്ഷത്തിൻ്റെ മുകളിലിരിക്കുക. എന്താ കാര്യം എന്നറിയണ്ടേ? അവന് വിശുദ്ധ ഇടങ്ങളിൽ വരാൻ വയ്യ. അവൻ്റെ ലോകം DJ പാർട്ടിയുടേതാ, അവൻ്റെ ലോകം മുമ്പ് പല തരത്തിലെ മ്യൂസിക്കുകളുടേതാ, അവൻ്റെ ലോകം തെറ്റായ വഴികളുടേതാ. അവൻ ആ ലോകത്തെ ആ കൂട്ടുകാര് ബോധരഹിതര, അവൻ്റെ ആൾക്കാര്, അവിടെ തലച്ചോറുകൾ തമ്മിലുള്ള ഇടപെടല, ഹൃദയത്തിന് അവിടെ സാധ്യതയില്ല, കണ്ണീരവൻ കാണുന്നില്ല. അവൻ ചെയ്യുന്ന സാമൂഹ്യ പ്രവർത്തനം പോലും ടാക്സ് കെട്ടിക്കാനാ, അതല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വരാനാ, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന ഇത്തരം കാര്യങ്ങളെ പബ്ലിസിറ്റിക്ക് വേണ്ടിയാ. അല്ലാതെ ആത്മാർത്ഥ അളവിൽ നിന്നേ ആർക്കും ഒരു പിടി വറ്റുപോലും കൊടുക്കാത്ത
ഹീനകൃത്യങ്ങളുടെ ഉടമ അത്തരം ആളുകൾക്ക് നാശഗ്രസ്തമായ ഇത്തരം ഇടപാടുകളിൽ ചെന്നുവിടാൻ പറ്റുമോ? ഇതാ സക്കായി എന്നൊരു ക്രൂരൻ മനസ്സിൽ ഒരു നന്മയുമില്ലാതെ ഇങ്ങനെ കാത്ത് അതിന്റെ മുകളിൽ ഇരിക്കുക. അവിടെ ഇരുന്നു കൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ യേശു ക്രിസ്തു അവിടെ വന്നു. ഇയാൾ എൻ്റെ മീതെ ഇരിപ്പുണ്ടെന്ന് നമുക്കാർക്കും അറിയത്തില്ല. പക്ഷെ യേശുവിനറിയാം. കഴിയുമ്പോൾ ഒരുത്തുള്ളൂ അറിയാം, നീ അത്തിയുടെ കീഴിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടത്. അത്തിയുടെ കീഴിൽ ഇരിക്കുന്നത് കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് കണ്ടവന് അത്തിയുടെ മീതെ ഇരിക്കുന്നതിനെ കാണാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഒന്നുകൂടെ പറയാം, നീ ഇരിക്കുന്നതും ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. ഇങ്ങനൊരു ദൈവമേ, അവനാ ലോകത്തിൽ ഏറ്റവും വലിയ മനഃശാസ്ത്രജ്ഞൻ. തിരുസന്നിധി വിട്ട് ഞാൻ എവിടെ പോകും? നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടെയാ പോവുക? വളരെ രസകരമായൊരു പ്രയോഗം. ലോകം കണ്ടുപിടിച്ച ഏറ്റവും വലിയ വേഗത പ്രകാശ വേഗതയല്ലേ? ബൈബിൾ പറയാ, ഞാനേ ഉഷസിൻ ചിറക് ധരിച്ച് ആ വെളിച്ചമയമായ അന്തരീക്ഷത്തിലെ സൂര്യകിരണങ്ങളുടെ വേഗതയെടുത്ത് ഉഷസിൻ ചിറക്. ചിലതരം കുറ്റങ്ങൾക്ക് പരസ്യ ശിക്ഷയ്ക്ക് ഏറ്റുവാങ്ങാൻ കൈകൂപ്പി കൈകെട്ടി നിൽക്കുന്ന ഒരു കുറ്റവാളിയെ പോലെ സഖായി നിന്നു. അപ്പാ, നിനക്കെന്നെ കുറ്റം വിധിക്കാം, നിനക്കെന്നെ തല്ലാം, നിനക്കെന്നെ എന്തും ചെയ്യാം, നിനക്കെൻ്റെ പ്രാണനെയും എടുക്കാം. ഞാൻ ആ ശിക്ഷ അർഹിക്കുന്നു. ഞാൻ എൻ്റെ പാപങ്ങൾ അറിയുന്നു. എൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നില്ല. തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്ന ഒരു മനുഷ്യവും വരികയില്ല. ഏറ്റുപറഞ്ഞ് ഭക്ഷിക്കുന്നതിന് കരുണ ലഭിക്കും. ഞാനെന്ന മനുഷ്യനായി അങ്ങയുടെ മുമ്പ് നിൽക്കുന്നു. കണ്ണീരിൻ്റെ അനുതാപത്തിൻ്റെ സാന്ദ്രമായ അനുഭൂതിയിൽ സഖായി നിൽക്കായി. ആളുകൾ പറയാ, ഇത് എന്തൊരു മനുഷ്യനാ ഈ യേശു. യാതൊരു ക്വാളിറ്റി ഇല്ലാത്ത, യാതൊരു വിലയുമില്ലാത്ത, സമൂഹം ഏറെ ദൂഷിക്കുന്ന ഇയാളെ വിളിച്ചു കൂട്ടേണ്ട കാര്യമുണ്ട് നമ്മളവിടെ. ഇതേ ഈ മാന്യന്മാരെ തേടി വന്ന ആളല്ല യേശു കേട്ടോ. കൊള്ളരുതാത്തവരെ തേടി വന്ന. നമ്മൾ കൊള്ളരുതാത്തവരായതുകൊണ്ടാ ഇന്ന് വിടിരിക്കുന്ന സ്തോത്രം. ഹൃദയാലത്തിൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിൻ്റെ പ്രവൃത്തികൾ കാരണമല്ല. അടുത്തേക്ക് വിളിച്ചു, എന്നിട്ട് ഓടി പറഞ്ഞു, എന്നേ നിന്റെ വീട്ടിലാ എൻ്റെ ആഹാരം. ഇതിലും വലിയ കോടീശ്വരൻ ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുമ്പോഴേ ആ വീട്ടിൽ പോകാൻ താല്പര്യമെടുക്കാത്ത ക്രിസ്തു, എന്തു ചോദിച്ചാലും കൊടുക്കാൻ കാത്തു നിൽക്കുന്ന ആളുകളുടെ മുമ്പിലൂടെ അവരെയൊക്കെ നിരാകരിച്ചിട്ട് പോകുന്ന ക്രിസ്തു, പാപിയെ, പത്രോസിനെ, അന്ത്രയോസിനെ ഹൃദയഭാരം കൊണ്ട് വീർപ്പുമുട്ടുന്നതിനെ കണ്ടിട്ട് പറയാ, ഇന്ന് നിന്റെ കൂടെയാ. ഇത് കേൾക്കുമ്പോൾ സക്കായിക്ക് പറയണമെന്നുണ്ട്, വരല്ലേ ഗുരു, വരല്ലേ. സക്കായി ചീത്തയാ ഗുരു, ഈ കൈ ശുദ്ധമല്ല ഗുരു, ഈ ഹൃദയം വെടിപ്പുള്ളതല്ല ഗുരു, ഈ മനസ്സ് സംശുദ്ധമല്ല ഗുരു, ഈ ചിന്ത മുഴുവൻ കുശാഗ്ര ബുദ്ധിയാ. ഞാൻ ഇവനെ നോക്കിയെങ്കിൽ ലാഭ കണ്ണുകളോടെയാ നോക്കിയത്. ഞാൻ ആഗ്രഹിച്ചതേ ബാങ്ക് ബാലൻസിന്റെ ശക്തി കൂട്ടാൻ മാത്രമാ. ഞാൻ ചിന്തിച്ചതേ അക്കങ്ങളുടെ സംഖ്യ പെരുക്കാനാ. ഞാൻ കാത്തിരുന്നത് മുഴുവനെ എനിക്കെന്ത് കിട്ടും, എനിക്കെന്ത് കിട്ടും? ലാഭേച്ഛയല്ലാതെ മറ്റൊന്നുമില്ല. മകളെ കെട്ടിക്കുമ്പോഴേ ചെല്ലുന്ന വീടിൻ്റെ ആസ്തിയാണ് ഞാൻ ചിന്തിച്ച്, വീടും പരിസരവും ശ്രദ്ധിച്ച്. ചെറുക്കൻ അവളെ സ്നേഹിക്കുമോ? അവൻ നല്ല മനുഷ്യനാണോ? അവൻ മദ്യപാനി ആണോ അല്ലയോ? ഇതൊന്നും അല്ല തിരക്കിയതേ. പണം, പണം എത്ര കെട്ടിക്കിട്ടും മതി വരാത്ത ദ്രവ്യാഗ്രഹത്തിൻ്റെ തീഷ്ണമായ പുകയുന്ന ഹൃദയത്തോടെ നിൽക്കുന്ന ഞാൻ ഇന്നുണ്ടാക്കിയ ഭക്ഷണം ഉണ്ടല്ലോ, അതും പാവത്തിൻ്റെയാ. എത്ര പേരെ തട്ടിച്ച കാശ. ഞാനിങ്ങനെ രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോഴേ ഞാൻ നിമിത്തം പെരുവഴിയിലായ വിധവയുണ്ട്, ഞാൻ നിമിത്തം അപ്പനെ നഷ്ടപ്പെട്ട മക്കളുണ്ട്, ഞാൻ നിമിത്തം കുടില് ജപ്തി ചെയ്ത ആളുകളെ വഴിയോരത്ത് പറക്കുന്നുണ്ട്. അവജ്ഞ,
വെറുപ്പ് നിമിത്തം ഇങ്ങനെ കഴിയുമ്പോഴേ വിഭവസമൃദ്ധമായ ഭക്ഷണം എൻ്റെ കുഞ്ഞുങ്ങൾ വാരിക്കഴിക്കുമ്പോൾ ഒരു ദിവസവും അത് ന്യായവിധിയാണെന്ന് തോന്നിയില്ലേ? പക്ഷേ ഞാൻ നിന്നെ സ്നേഹിക്കാൻ രണ്ടാ കാരണം. ഈ ഡയലോഗൊക്കെ ആ ചിന്തയിൽ എനിക്ക് ബോധ്യപ്പെട്ട സംഭവങ്ങളാണ് കേട്ടോ. ഒന്ന് എൻ്റെ കൃപ. നമ്മളെല്ലാം വരാൻ ഒന്നാമത്തെ കാരണം എന്താ? കൃപ. ആ കൃപ കാരണം ആരോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വിളിക്ക് നേരാളിവിടെ ഇരിക്കുന്നതിൻ്റെ പിന്നിൽ പേരറിയാത്ത പെരുമയില്ലാത്ത ചിലരൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചിലരൊക്കെ പ്രാർത്ഥനയുടെ ഉത്തരവാ ഈ വന്നിരിക്കുന്നത്. പേരറിയാത്ത പെരുമയില്ലാത്ത അമ്മച്ചി, അപ്പച്ചൻ എനിക്ക് നിങ്ങൾക്കും വേണ്ടി എവിടെ നിന്നോ കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ ഉത്തരമാണ് തുറന്ന് സമ്മതിക്കാൻ നമുക്ക് യാതൊരു മടിയും വേണ്ട. വിദ്യാഭ്യാസമില്ലാത്ത പഠിപ്പില്ലാത്ത അമ്മയുടെ അപ്പൻ്റെ കണ്ണീരാ നിങ്ങളിവിടെ ഇരുത്തിയേ. ആവശ്യത്തിൽ രണ്ടാമതും നോക്കിയുണ്ടേ. അതാ പ്രധാന പോയിന്റ്. കുഞ്ഞേ, ഞാനേ കാലങ്ങൾക്കപ്പുറത്തെ നിന്റെ മുതുമുത്തച്ഛനായ അബ്രഹാമിനോടൊരു വാഗ്ദത്തം പറഞ്ഞത്. അബ്രഹാം മറന്നാലും, തലമുറ മറന്നാലും, 14 തലമുറ മറന്നാലും, 28 തലമുറ മറന്നാലും, 42 തലമുറ മറന്നാലും ഞാൻ മറക്കില്ല. മറക്കാനാവാത്ത ഒരു വാഗ്ദത്തം ഞാൻ പറഞ്ഞു. ഇത് കേട്ടോന്നല്ലേ പറയാം. ഊരിലെ സമ്പദ് സമൃദ്ധിയിൽ 318 അഭ്യാസികളും അനുബന്ധ സമൂഹവുമായി ജീവിക്കുന്ന അബ്രഹാമിനെ ഞാനൊരിക്കൽ വിളിച്ചു. അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വരിക. പിതൃഭവനം വിടണം, ചാർച്ചക്കാരെ വിടണം. അന്നേ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഊരിൻ്റെ സമൃദ്ധിയോട് വിട പറഞ്ഞ് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തെ കണ്ടിറങ്ങിയ നിന്റെ മുത്തച്ഛന് ഞാൻ വാഗ്ദത്തം ചെയ്ത ഭൂമിയിലെ സ്ഥലം ഇതാ. അത് ഞങ്ങൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. ആദിവാസന്മാരുടെ കാര്യം പഠിക്കണം. ക്ഷമിക്കണം എല്ലാവരുടെ. പാടുന്ന സൗകര്യങ്ങളുണ്ട്, പ്രസംഗകരുണ്ട്, ഉപവാസയോഗത്തിന് പ്രസംഗിക്കുന്നവരുണ്ട്, ശുശ്രൂഷിക്കുന്നവരുണ്ട്, ഇതെല്ലാം വേണം. പരസ്യക്കാരുണ്ട് അല്ലേ? പാട്ട് പാടുന്നൊരു സഹോദരൻ, കീബോർഡ് വായിക്കുന്ന ഒരാൾ ചുമ്മാ ചെയ്യാൻ പറ്റുമോ? ഇത്ര വർഷത്തെ പഠനം വേണം. ചുമ്മാ ചെയ്താൽ സൗണ്ട് വരുമെന്നുള്ളതല്ലാതെ വിശേഷമൊന്നുമില്ല. നമ്മളിങ്ങനെ വെച്ചാലും ഗീക്ക് ചെയ്യുന്ന 2 സൗണ്ട് കേൾക്കാം. നല്ല റോഡിലെ വണ്ടി മാറുമെന്നുള്ളതല്ല, വേറെ വണ്ടി വരിക എന്നുള്ളത് വേറെ ഗുണം ചെയ്യല്ല. ഒരിക്കൽ ഈ യൂത്തിൻ്റെ മത്സരം നടക്കുന്നത് 2 പേര് മാർക്കിടാനിരുന്നു. അതിൽ ഒരുത്തനും ഈ കീബോർഡ് അറിയത്തില്ല. മാർക്കിടാനിരിക്കുന്നു. വായിക്കാൻ വരുന്ന പലതരം പിള്ളേരല്ലേ. അതിൽ ഈ മെയിൻ സംഘാടകൻ്റെ ചെറുക്കൻ ഒരാൾ വന്നു. ഇതിലിങ്ങനെ കീന്ന് വെച്ചുകൊണ്ടിരിക്കുക. ഒരു പയ്യൻ നന്നായിട്ട് വായിച്ചു. അപ്പോൾ ഈ പ്രസിഡൻറ്റിൻ്റെ മോനായതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് ഈ മെയിൻ മാർക്കിടുന്ന പാർട്ടിക്ക് അറിയത്തില്ല. എന്നാൽ ഈ പ്രസിഡന്റ് സാർ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതേ മറ്റേ പയ്യനേക്കാൾ നമ്മുടെ മോനാണ് ശരിയായിട്ട് വായിച്ചത്. കാരണം മറ്റവൻ ഇപ്പോഴും ആ വായിക്കേണ്ട കട്ട് ചെയ്താന്നറിയാതെ ഇങ്ങനെ തപ്പുമായിരുന്നു. അവിടെ കിടന്നാറ് കണ്ടായിരുന്നു, ഇങ്ങനെ തപ്പുക. മറ്റേ കൈവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നു. എൻ്റെ എതിർക്കാൻ ആദ്യ റൗണ്ടിൽ തന്നെ വായിക്കേണ്ട കട്ട കണ്ടുപിടിച്ചിട്ട് അതിലാക്കി വെച്ച് ആദ്യ റൗണ്ടിൽ അവൻ കണ്ടുപിടിച്ചു. അങ്ങനത്തെ പിള്ളേരാ ഈ മത്സരത്തിൽ ജയിക്കുന്നു. കാരണം പണ്ടൊക്കെ നമ്മൾ ജയിക്കാതെ പോയി വിഷമിക്കണ്ട, മനസ്സിലായില്ല? ഇപ്പോഴാണ് നമ്മൾ വായിക്കേണ്ട കട്ട കണ്ടുപിടിച്ചെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓട്ടെ, തവല അടിക്കണേ, കീബോർഡ് വായിക്കണേ, പണിയുള്ള ഇത് ചുമന്നുകൊണ്ട് വരണം. ആട്ടെ ഷനില് അനി എൻ്റെ കാര്യം പറഞ്ഞില്ല. നമ്മൾ പ്രസംഗര് പറഞ്ഞാൽ അതിൻ്റെ ഒരു കഷ്ടപ്പാടില്ല. പിന്നെ ഗംഗയിലെ വെള്ളം ഒഴിച്ചാലും പെട്രോൾ ഒരു ഭാരമാകുമോ? ഗംഗയിലെ വിശുദ്ധ ജലം ഒഴിച്ചാലും വണ്ടി ഓടുകയല്ല അല്ലേ? ഇതിനൊക്കെ ചിലവുണ്ടല്ലേ. ഞാനിപ്പോൾ ശൈലജൻ ഭാഷയോട് പറയാം, കുരുത്തോട്ടം ഭാഷ എന്നാൽ ഞാൻ ഇന്നേ ദിവസം എത്തിച്ചേരും, ഇന്ന ഡിമാൻഡ് എനിക്കുണ്ട്. എൻ്റെ കോൾ ഷീറ്റ്
ഇതാ പിടിച്ചു, എൻ്റെ മെനു ഇതാ പിടിച്ചു. ഇത് തെറ്റാണ്. ഞാൻ പണിയെടുത്തിട്ടാണ്, നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുന്ന പണിയെടുത്തിട്ടാണ്. 3-4 ലാംഗ്വേജ് പഠിക്കണ്ടേ, ഇൻ്റർപ്രിട്ടേഷൻസ് വായിക്കണ്ടേ, ബുക്കുകളുടെ ഒക്കെ വില ലക്ഷങ്ങളെ വില. ഞാൻ പറഞ്ഞത് തെറ്റാണോ? പാട്ടുകാരൻ പറഞ്ഞത് തെറ്റാണോ? ഒരു ക്വാളിറ്റി എടുക്കണ്ടേ? ഞാൻ നേരത്തെ മാധ്യമപ്രവർത്തന സെക്കുലർ മാധ്യമ രംഗത്ത ഒരു ലേഖനമൊക്കെ എഴുതി എനിക്ക് നല്ല പൈസ കിട്ടുമായിരുന്നു. ഇപ്പോഴും വിളിക്കാറുണ്ട് എഴുതാൻ. അപ്പോൾ തെറ്റാണോ? അങ്ങനെ തെറ്റാതെ ഒരാൾ അയാളുടെ താലന്തിന് വില പറഞ്ഞാൽ ഒരു തെറ്റില്ല. അയാളുടെ ഈ സെലിബ്രിറ്റി പരിവേഷത്തിന് അനുസൃതമായിട്ട് കൂട്ടാം, ഓടങ്ങോട്ട്. പക്ഷെ ഒരു പ്രശ്നം, അത് ശുശ്രൂഷയാണെന്ന് പറയാൻ പാടില്ല. മനസ്സിലായില്ല? പിടിയിട്ടില്ല. ഭാഷക്ക് മനസ്സിലായില്ല? അയാളുടെ ജോലി. അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ആളുകൾ പ്രസംഗിക്കാനൊക്കെ ചെന്നാൽ ആദ്യം പൈസ വാങ്ങിയിട്ടൊക്കെ പ്രസംഗിച്ചു, അല്ലാതെ കറക്റ്റാണെന്ന് അറിയണമല്ലോ. പാട്ടുകാരും നമ്മളെ എന്ത് കിട്ടും, ഇതിനാണോ ഒരു യോഗത്തിന് വരുന്നത്, അതോ എന്ത് ചെയ്യാം ഇതിനാണോ വരിക? എനിക്കെന്താകാം ഇവിടെ, എനിക്ക് യേശുവിന് എന്ത് കൊടുക്കാം? പണം വേണ്ട, പണവും വേണം, അതിലുപരി എന്ത് കൊടുക്കാം? ആ ഒരു സമർപ്പണം നമുക്കൊന്ന് ചിന്തിക്കുക. അങ്ങനെയാണ് മനോനില നഷ്ടപ്പെട്ട സക്കായി പറയാ, ഞാൻ ശതിവായി വാങ്ങിയതിന് 4 ഇരട്ടി കൊടുത്തേക്കാം. എൻ്റെ സമ്പത്തിൻ്റെ ഒക്കെ 4 ഇരട്ടി കയ്യിലുള്ളതൊക്കെ കൊടുത്തേക്കാം. സമാധാനം. എൻ്റെ അർത്ഥം എന്താണെന്നറിയണ്ടേ? ഷെർജം ഭാഷ സമാധാനം കളഞ്ഞ നാളെ മുതൽ അതിന് നെഞ്ചിത്തിരുമി എന്നെ യാത്ര അയച്ചാലേ എനിക്ക് വല്ല അനുഗ്രഹം വരുമോ? കണ്ടോ, മൂളുന്നില്ല ഒറ്റയാൾ. ചിലവരെ ശാപമാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ സന്തോഷമില്ല. അടുത്ത കാലത്ത് ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായ ചില വിവാദങ്ങളുടെ മധ്യത്തിൽ പറയാം. കഴിഞ്ഞ ഏതാണ്ടൊരു 30 വർഷം, 30-ലധികം വർഷം കൗമാരപ്രായത്തിൽ പ്രസവിച്ചു തുടങ്ങിയാണ്. ഇന്ന് വരെ ഒരു ഡിമാൻഡും പറയാൻ ദൈവം ഇടയാക്കിയിട്ടില്ല. ഇനി എത്ര നാളുണ്ടെന്ന് ശരീര ലക്ഷണം വെച്ച് നോക്കിയാൽ ഒരു ജീവിതത്തിലാകെ കൂടി ഒരു കരിയും 1000 ചായ കുടിക്കാനുള്ള കാലം എനിക്കുണ്ടോ എന്നറിയില്ല. ഞാൻ എന്താ പറഞ്ഞേ? നമ്മുടെ നന്മയുടെ സവിശേഷത അതിൻ്റെ അളവിലല്ല, മൂല്യത്തിലാ കാര്യം. സന്തോഷമില്ല? മനസ്സിലാവുന്നുണ്ടോ? അനുഗ്രഹിച്ച് കിട്ടാത്തതൊന്നും, കൊടുക്കുന്നവന് മനസ്സ് നിറഞ്ഞു തരാത്തതൊന്നും നമുക്ക് ആവശ്യമില്ലെന്ന് പറയുന്ന എത്ര പേരുണ്ട്. തെളിവാ പറഞ്ഞ് ഇതാകട്ടെ. ഞാനൊരു ഭാഷ നിങ്ങളുടെ വിഷയത്തിൻ്റെ ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾക്കൊരു 8-10 ലക്ഷം രൂപയുടെ നന്മയുണ്ടായി. എനിക്ക് 1 ലക്ഷം രൂപ തരണോ? ദശാംശം വെച്ച് തരണോ? ഭാഷമാരെ വഴിയടയ്ക്കല്ല, അങ്ങനെ നിയമമൊന്നുമില്ല, ഒരു നിയമമില്ല. പിന്നെ കൂലിപ്പണിയാണോ, കൊട്ടേഷനാണോ? സ്ഥലം വയ്ക്കാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഒരു നന്മ. ഇഫ് ക്ലോസ് ഉള്ളത് സാത്താന. വീടെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ തരാം. മനസ്സിലായില്ലേ? നമുക്കൊന്ന് തിരുത്താൻ എന്താ കാരണം? അത് പറഞ്ഞു നിർത്താം, പഠിക്കണ്ട. ഈ അബ്രഹാം സോദോൻ രാജാവിനോട് അലയൻസ് ചെയ്തുകൊണ്ട് ഒരു യുദ്ധം നടത്തി. സോദോൻ രാജാവിനത് ഹെൽപ്ഫുള്ളായപ്പോൾ അയാൾ ആ യുദ്ധമുതലിൽ നല്ലൊരു ഓഹരി കൊണ്ട് അബ്രഹാമിന് കൊടുത്തു. അബ്രഹാമിന് കൊടുത്തപ്പോൾ അബ്രഹാം പറയാം, എൻ്റെ കൂടെ കുറേ പേര് യുദ്ധത്തിന് വന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, അവർക്ക് നിങ്ങളെ കണ്ടൊക്കെ കൊടുത്തല്ലോ, മതി. മറ്റൊന്നുകൂടി പറഞ്ഞു, എനിക്ക് ഒത്തിരി ഉണ്ടെന്നൊന്നുമല്ല,
അങ്ങനെ നീ തന്നിട്ട് അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ, നീ തരുന്ന സമ്പത്താകട്ടെ, ആടാകട്ടെ, മൃഗമാകട്ടെ, കന്നാലിയാകട്ടെ, എന്തിനെൻ്റെ ഷൂസ് കെട്ടാൻ ഒരു ലേസ് തന്നാൽ പോലും അബ്രഹാമിന് ആ ചെരുപ്പ് ആറ് വേണ്ട. എന്തൊരടി അടിക്കുന്നത്! എടാ, ഞാൻ ഊരിലെ പ്രതാപശാലിയായൊരു പ്രമാണിയുടെ മകനായിട്ട് ജനിച്ച എനിക്ക് ഇത് കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കാറില്ല. അങ്ങനെ ചരിത്രത്തിൽ നിന്നൊരു അനുഭവം പറയാം. ബഹുമാനപ്പെട്ട EM ശങ്കരൻ നമ്പൂതിരിപ്പാട് EMS, അദ്ദേഹത്തെ അന്ന് ബ്രിട്ടീഷ് സർക്കാർ തേടിക്കൊണ്ടിരിക്കുക. അദ്ദേഹം എവിടെ ഉണ്ടെന്നറിയാം, കൊലയ്ക്ക് വിധിച്ചിരിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിലൊക്കെ നിരോധിക്കപ്പെട്ട കാലമാണ്. സമ്മതിക്കില്ല. അദ്ദേഹം എവിടെ ഉണ്ടെന്നറിയാം, ആലപ്പുഴ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ പൊക്കൻ എന്ന് പറയുന്ന ഒരു ദളിതൻ്റെ കുടിലാണ്. പൊക്കൻ പുറത്തോട്ട് വരുമ്പോഴൊക്കെ ഈ വിളംബരം കേൾക്കുന്നുണ്ട്. വിളംബരം ചെണ്ടയടിച്ച് പറയുക, ഏലംകുളം മനക്കൽ ശങ്കരൻ നമ്പൂതിരിപ്പാടെന്ന ചട്ടമ്പിയെ ജീവനോടെയോ അല്ലാതെയോ ഹാജരാക്കുന്നവർക്ക് ഒരു പൊൻവരാഹൻ സമ്മാനം. ഈ പൊൻവരാഹൻ എന്നൊക്കെ കേട്ടപ്പോൾ നന്നായിട്ട് ആഹാരം കഴിച്ച് ജീവിക്കാൻ പോലും ശേഷിയില്ലാത്ത പൊക്കന് കണ്ണു മഞ്ഞളിച്ചില്ല. വീട്ടിൽ പറഞ്ഞു, യജമാ, നിങ്ങളെ ഒറ്റപ്പെടുത്തിട്ട് നമുക്കൊന്നും വേണ്ട യജമാ, സ്വസ്ഥതയോടെ ഇവിടെ കിടന്നോ, സന്തോഷത്തോടെ കിടന്നോ. ചിലതരം മനസ്സുകളെ പണത്തിനപ്പുറത്താണ്. ചിലർ അത്രയും വേണ്ട. ഇന്ന് പലരുമാണ് കൂട്ടുകാരൻ ഒട്ടി കൊടുക്കൂലേ, ഇങ്ങടുത്തുണ്ടെന്ന് പറയും. ഞങ്ങൾക്ക് പണമാണ് വലുത്. ഈ പൈസയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു ലോകത്തെ പറഞ്ഞു വേണ്ട വേണ്ട എന്നോട് പറയും. 14-ാം അധ്യായത്തിൽ ദൈവം ഒരു ഗർജനം, ആ പ്രാതം എനിക്ക് പറ്റുള്ളൂ. ഒറ്റ വിളി, ദൈവം ആവേശഭരിതനായി വിളിക്കുക, അബ്രഹാമേ, അബ്രഹാമേ, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. ഒരു സന്തോഷമായ എന്തിനേയും പറഞ്ഞു ദേവാസന്മാർക്ക് ഇപ്പോഴാണ് ഒരു ആശ്വാസം വന്ന്. പലരും നമുക്ക് തരായിരുന്ന എന്തിനാ? ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. നമ്മൾ UK വിട്ടവൻ, US വിട്ടവൻ, ഗൾഫിൽ വിട്ടവൻ, ന്യൂസിലാൻഡിൽ വിട്ടവൻ അല്ല നമ്മുടെ പ്രതിഫലം. അവർ ഓർത്തില്ലെങ്കിലും അതിമഹത്തായൊരു പ്രതിഫലം, അതിശ്രേഷ്ഠമായൊരു പ്രതിഫലം. ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം. രണ്ടാമത് പറയാ, ഞാൻ നിന്റെ പരിച. ഞാൻ നിന്റെ വാളാന്നല്ല ആദ്യം പറഞ്ഞ പരിച. കാരണം പരിച ആദ്യം വേണ്ട, അതാ പാകിസ്ഥാനില്ല പോയി. ഈ തടയാനുള്ള സാധനമേ അതാ ഹമാസ് ഇല്ലാതെ പോയി. കാരണം ഞാൻ ഈ അയൺ ഡോം വെച്ചൊക്കെ ഇസ്രയേൽ അടിച്ചപ്പോൾ ഈ വാക്യം ഓർത്ത്, ഞാൻ നിന്റെ അതിമഹത്തായ പ്രതിഫലം, ഞാൻ നിന്റെ പരിച. അടിയിഞ്ഞോട്ട് വരുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ എത്ര കനത്തിന് വരുന്നു അതിനോട് മേടിച്ച് പറയും, ഇന്നാ എടുത്തോ നീ തന്നെ. എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനുള്ള ശാസ്ത്രീയമായിട്ട് പറയാൻ അറിയില്ല. ഈ ലോക്കൽ ഉപദേശിയായല്ലോ, അയൺ ഡോം അങ്ങോട്ട് ചിരിപ്പാഞ്ഞ് വരുമ്പോൾ അങ്ങനെ പറയാൻ അറിയില്ല. ഈ സാധനം ഇങ്ങോട്ട് മിസൈൽ ഇങ്ങോട്ട് വരുമ്പോൾ അതിങ്ങോട്ട് പതുക്കെ മൃദുവായി പിടിച്ചിട്ട് വേണ്ടച്ചാ മതിയോ, അടുത്ത വരട്ടെ, നിനക്കിത് എന്താ കാര്യം? എടാ, ആൽബർട്ട് ഐൻസ്റ്റീനെ, ഐസക് ന്യൂട്ടനെ, ഗ്രിഗർ മെൻഡലിനെ, മൈക്കൽ ഫാരഡെ ഒക്കെ സൃഷ്ടിച്ച ജെനിസ് അബ്രഹാമിൻ്റെ. മനസ്സിലായോ? രായ്മാ ആടിവാലെ വെച്ചു. ഇതല്ല ജെനിസ് വേറെ. നീ അഡ്രസ്സ് പഠിക്കണം, നീ ആരായതെന്ന് പഠിക്കണം. മനസ്സിലായോ? ആളെ പഠിക്കണം, ജെനിസ് ഏതാന്ന് നോക്കി കളിക്കണം. എനിക്ക് അതിനൊരു പ്രാകൃതമായ ഉദാഹരണം പറയാം. ഏറ്റവും പുതിയ ഓട്ടോറിക്ഷ പുതിയതാണെങ്കിലും അത് വെച്ച് ടിപ്പറിനെ ബ്ലോക്കരുത്, പണി കിട്ടും. ഒന്ന് ഓടിച്ച് നോക്കി. ഇതുവരെ മുട്ടാതെ ആ മനുഷ്യൻ്റെ കരണമുണ്ടാ. അവൻ ഓണടിച്ചാൽ നീ ധരിച്ചു വീഴും. ആശീരാത്രത്തിൽ പോരുത്, പണി മേടിച്ച് കെട്ടരുത്. എന്തേ പറയുക? ഞാൻ നിന്റെ പ്രതിഫലം, ഞാൻ നിന്റെ പരിച. നീ മുറിവേൽക്കാതെ ജയോത്സവത്തോടങ്ങ് ചൊല്ലും. അബ്രഹാമിൻ്റെ കൊച്ചുമകനെ അത്തിമരത്തിൻ്റെ മുകളിൽ വെച്ച് കണ്ടപ്പോൾ പറയാ, പണ്ടേ പാപ്പായി ഞാനും തമ്മിൽ കണക്കൊണ്ട് വാ, അതിന് തീർക്കുക. പണ്ടും പപ്പായുടെ അടുത്ത് ഞാൻ ആളിനെ അയച്ചപ്പോഴേ
സമൃദ്ധ ഭക്ഷണം തന്ന് സ്വീകരിച്ചവനാ നിന്റെ അപ്പ. അന്നപ്പയോട് ഞാനൊരു വാഗ്ദത്തം പറഞ്ഞു, നിനക്കൊരു മകനുണ്ടാകുന്നു. ആ ജനിസ നിന്റെതെങ്കിലേ വാഗ്ദത്തം തലമുറകളോട് വ്യാപരിച്ച് സക്കായിലേക്ക് വന്ന് പറയാ, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീടിന് രക്ഷ. ഇതാ രണ്ടാമത്തെ കാരണം. എന്നിട്ട് തത്വം നമ്മോട് പറയാ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. ആ കാണാതെ പോയതിനെ രക്ഷിക്കാൻ വന്ന ദൈവപുത്രൻ സക്കായിക്ക് വിലയും നിലയും നൽകി അവനെ അനുഗ്രഹിച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. നിന്റെ വില മുന്തിയ കാറിൽ സഞ്ചരിക്കുന്നതല്ല, നിന്റെ വില അമ്പലചുണ്ടിക്കകത്ത് പാർക്കുന്നതല്ല, വില കൂടിയ ഉടുപ്പല്ല. നമുക്കൊരേ സ്ഥലത്തിൽ പറയാം, നാഥ നീ തന്ന രക്ഷയാണ് എൻ്റെ വില. ആ രക്ഷയുടെ മഹിമയുണ്ടെന്ന് ഞാൻ പറയാം. നിങ്ങൾ പടുത്തുയർത്തിയൊരു മനോഹര കെട്ടിടം കണ്ടിട്ടേ ആ സമർപ്പണത്തിന്റെ നാളിൽ മാത്രം ആള് പറയും കൊള്ളാം കൊള്ളാം കൊള്ളാം. കാലം കഴിയുമ്പോൾ അത് പായടിക്കും, കാലഹരണപ്പെടും, അത് കാലത്തിന്റെ ഭാഗമാകും, പ്രകൃതിക്ക് വിധേയമാകും. നിങ്ങൾ ഓടിക്കുന്ന വാഹനമേ അതും കാലഹരണപ്പെടും. പക്ഷേ നിങ്ങളുടെ രക്ഷ കാലഹരണപ്പെടത്തില്ല. കാരണം സ്വർഗത്തിലും വിളിച്ചു പറയുക, രക്ഷ എന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം എന്ന് ആർക്കുന്നത് ഞാൻ കേട്ടു. രക്ഷ നമ്മുടെ ദൈവത്തിന്റെ കുഞ്ഞാടിന്റെ ദാനം എന്ന് ഈ രക്ഷകർത്തൃത്വം അംഗീകരിച്ച് സഖായിയെ പോലെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മനസ്സ് തെളിച്ചമുള്ളവരായി ഉണർവുള്ളവരായി നമുക്ക് യേശുവിൻ്റെ പാദാന്തികം അടുത്തു വരാം. സർവശക്തൻ കൃപ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന ഏതൊരാളും ആ ക്രിസ്തുചൈതന്യത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ച് ഈ അത്തിയിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ക്രിസ്തുവോട് സഹകരിച്ച് ആ ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു സഖായി. ആ ക്രിസ്തുവിനെ ഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു സഖായി. ആ ക്രിസ്തുവിനെ തീന്മേശയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു സഖായി. അവൻ്റെ ജീവിതത്തിൻ്റെ അശുദ്ധി മുഴുവൻ കഴുകാൻ യേശുവിൻ്റെ ഇടപെടൽ പര്യാപ്തമായെങ്കിൽ ഏത് കുറവും പരിഹരിച്ച്, ഏത് മാരക വേദനകളും പരിഹരിച്ച്, ആന്തരിക ദുഃഖങ്ങളെ പരിഹരിച്ച് യേശു ഇന്ന് നമ്മെ പുതുക്കം വരുത്തുന്ന അനുപമമായ രാത്രി കണ്ടുകളയ്ക്കാം.